പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഞാനൊരു ജ്ഞാനിയാണെന്നോ അല്ലെങ്കിൽ നല്ലവനാണെന്നോ നിങ്ങളുടെ മുൻപിൽ പ്രദർശിക്കാനായിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വിളമ്പാനായിട്ടല്ല. എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ കാണുന്നു, അതായത് കേരളത്തിൽ കാണുന്ന സഭകൾ, അല്ലെ ലോകത്തിൽ കാണുന്ന സഭകളെല്ലാം ദൈവം സ്ഥാപിച്ചതാണോ? അല്ല. ഇന്ന് കേരളത്തിൽ ഏതെല്ലാം പേരിൽ അറിയപ്പെടുന്ന ക്രിസ്തീയ സഭകളുണ്ട്. അതെല്ലാം ദിവ്യാഗ്രഹമോഹികളായ സ്വാർത്ഥരായ ഓരോ മനുഷ്യർ ഉണ്ടാക്കിയ സഭകളാണ്. എന്നാൽ ഞാൻ പ്രത്യേകിച്ചൊരു വിഷയമെടുക്കാം. ഓർത്തഡോക്സ് യാക്കോബ സഭകൾ തമ്മിലടിയെക്കുറിച്ചാണ് ആദ്യമേ പറയാൻ പോകുന്നത്. അതായത് അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷക്കാരൻ, അതായത് ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ, അങ്ങനെ പല പക്ഷക്കാരെ നമ്മൾ കാണുന്നുണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ. അതായത് ഇന്ന് മതത്തിലാണെങ്കിലും, അതായത് ഓർത്തഡോക്സ് സഭ, യാക്കോബ സഭയിൽ കാണുന്നത് ഞാൻ പാത്രിക്കീസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ബാവായുടെ പക്ഷക്കാരൻ. ഇവരെല്ലാവരും മനുഷ്യരാണ്, അല്ലാതെ ദൈവങ്ങളല്ല. നിങ്ങൾ അവരെ അല്ല സൈഡ് പഠിക്കണ്ടേ. നിങ്ങൾ ദൈവത്തിനായിട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് പ്രവാചകന്മാർ മുഖേന നമ്മളെ അറിയിച്ചിട്ടുള്ളതും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതുമായ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കണം. അതാണ് ഈ പക്ഷക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു മനുഷ്യൻ്റെയും പക്ഷം പിടിക്കേണ്ട വേണ്ടത് നീതിക്ക് വേണ്ടി ജീവിക്കണം. നന്മ അറിഞ്ഞ് നന്മ പ്രവർത്തിച്ച് ജീവിക്കുവാൻ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാതെ നമുക്ക് ആനുകൂല്യങ്ങളും അവസരങ്ങളും സ്ഥാനമാനങ്ങളും കിട്ടുമെന്നനുസരിച്ച് ഓരോരുത്തരുടെ പക്ഷം പിടിക്കുന്നത് ശരിയല്ല. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇന്ന് കാണുന്ന ഓർത്തഡോക്സ് സഭയിലെ കാര്യങ്ങൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. എന്തുവാ നടക്കുന്നത്? എൻ്റെ കൈക്കുള്ളിൽ തന്നെ, എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം. വിശ്വാസികളെ നയിക്കേണ്ടത് ഏത് വിധത്തിലെന്നാണ് നോക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ കാര്യം. ദൈവം പറഞ്ഞിട്ടുള്ള നിൻ്റെ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത്. ഇന്ന് പബ്ലിസിറ്റിയാണ് എല്ലാവരും മനുഷ്യരെ സേവിക്കാനായിട്ട് ഇറങ്ങിക്കുക, വിശ്വാസികളെ സേവിക്കാനായിട്ട്, നന്മ ചെയ്യാനായിട്ട്. അത് നീ വിളിച്ചു പറയുന്നുവെങ്കിൽ അതിൽ നിനക്ക് അപ്പോൾ തന്നെ പ്രതിഫലം കിട്ടി മനുഷ്യരിൽ നിന്ന്. എന്നാൽ നിനക്ക് കിട്ടേണ്ട പ്രതിഫലം ദൈവത്തിൽ നിന്നാണ്. നീ നന്മ ചെയ്യുന്നെങ്കിൽ നിനക്ക്, അല്ല തിന്മ ചെയ്യുന്നെങ്കിലും നിനക്ക് പ്രതിഫലം കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണ്. മനുഷ്യനൊന്നും ചെയ്യാനൊക്കത്തില്ല. മനുഷ്യൻ്റെ പ്രീതി സമ്പാദിച്ചിട്ട് നിനക്കൊന്നും സാധിക്കാനില്ല. ഇനിയും എനിക്ക് പറയാനുള്ളത്, അതായത് എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു ആണെന്നും സ്ത്രീയുടെ തല പുരുഷനാണെന്നും ക്രിസ്തുവിൻ്റെ തല ദൈവമാണെന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മൂടവിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു. മൂടപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. അത് അവളുടെ തല ക്ഷൗരം ചെയ്യുന്നത് പോലെയാണല്ലോ. പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിരൂപവും തേജസ്സും ആയതിനാൽ മൂടപടമിടേണ്ടതില്ല. സ്ത്രീയോ പുരുഷൻ്റെ തേജസ്സാകുന്നു. ഇവിടെയൊക്കെ പറയുന്നത് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് നമ്മൾ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കാനാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് ഇന്ന് എവിടെയാണ് സ്നേഹം? ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല, ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല. അവിശ്വാസികളായി മാറിയിരിക്കുന്ന എവിടെയും. കാരണം ഇന്നത്തെ ലോകം ആത്മീയതയൊന്നും ഇല്ല.
ലൗകികത മാത്രം ചിന്തിക്കുന്ന ലോകമാണ്. നമ്മൾ നടക്കുമ്പോൾ താഴെ നോക്കി നടക്കണം. മുകളിലോട്ട് നോക്കി നടന്നാൽ കാല് തട്ടി വീഴും. മുകളിലോട്ട് നോക്കുന്നത് എന്തോ, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തോ, നമ്മൾ നമ്മളെ തന്നെ നോക്കി, നമ്മളെക്കാൾ താണവനെ നോക്കി അവൻ്റെ ജീവിതം കണ്ട് അവനേക്കാൾ നന്മ നമുക്ക് ദൈവം തന്നിരിക്കുന്നതിൽ സന്തോഷിക്കുക വേണ്ടത്. അല്ലാതെ മുകളിലോട്ട് നോക്കിയാൽ, അങ്ങോട്ട് നോക്കിയാൽ നമ്മളെക്കാൾ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നവരെ നോക്കി എനിക്ക് അങ്ങനെ കിട്ടിയില്ല, ഇങ്ങനെ കിട്ടിയില്ല എന്ന് മനപ്രയാസപ്പെട്ട് അന്യോന്യം കുടുംബങ്ങളിൽ കലഹമുണ്ടാകുകയും നമ്മുടെ ജീവിതം പരാജയത്തിൽ പോവുകയും ചെയ്യും. ഇതൊന്നും ഞാൻ എൻ്റെ വലിയ അറിവുകൊണ്ട് പറയുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ മനസ്സിലാക്കുവിൻ. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ആരും ഒരു മത നേതാവും വിശ്വാസികളെ നന്മയിലേക്ക് നയിക്കുന്നില്ല. ഈ അടുത്ത സഭയിൽ കണ്ടു, മർത്തോമ സഭയിൽ മൺബഹായിൽ ധൂപക്കുറ്റി വീശുന്നു സ്ത്രീകൾ. ഇപ്പോൾ ഇവിടെ കത്തോലിക്ക സഭയിൽ പോപ്പായിട്ട് ഒരു സ്ത്രീയെ വാഴ്ത്തിരിക്കുന്നു പോലും. അതല്ലാതെ ഏതോ ഒരു സഭയിൽ വിശ്വാസികളെ പുരോഹിതരായി വാഴിക്കുന്നു. ഇതെല്ലാം എന്തിൻ്റെ മുന്നറിയിപ്പാണ്? ലോകാവസാനത്തിൻ്റെ മുന്നറിയിപ്പ്. കാരണം ഇതാരാ ചെയ്യുന്നത്? പുരോഹിത മേലാളന്മാർ, അല്ലാതെ വിശ്വാസികളല്ല. അതിന് മുന്നോട്ട് ചെല്ലുന്ന ആരാ? വിശ്വാസികൾ. എന്തിനു വേണ്ടി? അവരത് ബൈബിൾ വായിക്കാത്തതുകൊണ്ട് ക്രിസ്തു പറഞ്ഞിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ അറിവ് നമുക്ക് തന്നത് നമ്മൾ കാണാതെയും കേൾക്കാതെയും അതിനെ അതിജീവിച്ച് തൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യുവാനായിട്ട് പോകുന്നതുമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, മദ്ബഹ എന്നത് എന്താണ്? ദേവാലയത്തിലെ മദ്ബഹായെക്കുറിച്ച് പറയുന്നത്, മദ്ബഹ സ്വർഗമാകുന്നു. അവിടെയാണ് ദൈവം വസിക്കുന്നത്. അവിടെ ശുശ്രൂഷ ചെയ്യാൻ സ്ത്രീയെ, അതായത് നിങ്ങളോട് ഞാനൊരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ ദാവീദും തൻ്റെ കൂട്ടരും കൂടെ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് പോയപ്പോൾ അവർക്ക് വിശന്നപ്പോൾ ദാവീദ് ചെന്ന് ഒരു മതപുരോഹിതനോട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ നെബൂഖദ്നേസറിൻ്റെ അടുത്താണെന്നോ അത് പറഞ്ഞിരിക്കുന്നത്. ആ പുരോഹിതൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടെ വഴിയാത്ര പോവുകയാണ്. ഞങ്ങൾക്ക് വിശക്കുന്ന കയ്യിലുള്ള അപ്പം തീർന്നുപോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ തരണം. ഉടനെ പറയുന്നു, നിങ്ങൾ വിശുദ്ധിയുള്ളവരാണോ? സ്ത്രീ സംസർഗം ഇല്ലാത്തവരായിരുന്നോ? എങ്കിലേ അത് കഴിക്കാനൊക്കത്തുള്ളൂ. കാരണം അവിടെ വിശുദ്ധ അപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയും, ഞങ്ങൾ ഇത്ര ദിവസം കൊണ്ട് സ്ത്രീ സംസർഗം ഇല്ലാത്തവരാണെന്ന്. അതെന്തുകൊണ്ടാണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്? അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. സ്ത്രീയെ ഞാൻ അപമാനിക്കുന്നില്ല. ദൈവം നമുക്ക് പുരുഷന് തുണയായിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. പുരുഷനാണ് ആദ്യം ഉണ്ടായത്, സ്ത്രീ പിന്നെയും എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ രണ്ടിടത്തായി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ സ്ത്രീയെ അപമാനിക്കുകയല്ല. പുരുഷന് സന്തോഷത്തിന് അവനോട് കൂടെ സഹവർത്തിച്ച് ജീവിക്കാനായിട്ട്, അവന് സഹായിയായിട്ട് ജീവിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ സ്ത്രീയെ അപമാനിച്ച് പറയുന്നതിനും നല്ലത് നമ്മൾ അപ്പോസ്തലർ പ്രവൃത്തികൾ പറയുന്നുണ്ട്, ഒരുവൻ വിവാഹം കഴിക്കാതെ ജീവിക്കാമെങ്കിൽ ജീവിക്കട്ടെ, അല്ല അവന് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വിവാഹം ചെയ്യട്ടെ. അല്ലാതെ വിവാഹം ചെയ്യാതെ ജീവിച്ച് അനീതി പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം ചെയ്ത് ജീവിക്കട്ടെ.
മക്കളെ, നിങ്ങളോട് ഒരു കാര്യം ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത്, നമുക്ക് ലോകത്തിൽ ജീവിക്കേണ്ട രീതി എങ്ങനെ ജീവിച്ചാൽ നമുക്ക് ദൈവത്തെ അറിഞ്ഞ് നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടുമെന്നും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തിനു വേണ്ടി ഓടി നടക്കുന്നു? നമ്മുടെ സ്വാർത്ഥത, നമ്മൾ ലൗകിക ചിന്ത മാത്രമേ നമുക്കുള്ളൂ. ഇന്ന് ഞാൻ കൊട്ടാരം പണിത് ഇരുന്നാലും നാളത്തേക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞ് സംഭരിച്ചു വെച്ചാലും നീ ഇന്ന് മരിച്ചാൽ പോയി. എന്നാൽ വേണ്ടെന്നല്ല, എന്നാൽ അതിനു വേണ്ടി മാത്രം നമ്മൾ പോകരുത്. നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിച്ച് പോയാൽ നമുക്ക് വേണ്ടുന്നതെല്ലാം കിട്ടും. അല്ലാതെ നമുക്ക് വേണ്ടുന്നത് അന്വേഷിച്ച് പോയാൽ കിട്ടണമെന്നില്ല. എല്ലാം തരുന്നത് ദൈവമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ലോകത്തിൽ കാണുന്ന ആത്മീയ നേതാക്കന്മാരെല്ലാം കാപട്യ വേഷക്കാരാണ്. കാരണം അത് അവരുടെ കുഴപ്പമല്ല, അന്ത്യനാളായി. അപ്പോൾ പിന്നെ കാപട്യം. പഴയ കാലത്ത് ഉണ്ടായിരുന്ന പരിശുദ്ധന്മാർ, നീതിമാന്മാർ, വിശുദ്ധിയോടുകൂടെ ജീവിച്ചവർ ഇന്നിവിടെ നാം നോക്കിയാലും മനുഷ്യരൂപത്തിലുള്ള ദൈവാത്മാക്കളെയാണ് കാണുന്നത്. മനുഷ്യരൂപത്തിൽ, അതായത് നമുക്ക് കാണാം, കോടിക്കണക്കിന് സ്വത്തുകൾ വാരിക്കൂട്ടി സുഖലോലുപരായി ജീവിച്ച അനീതി അതിക്രമം കാണിക്കുന്ന വിശുദ്ധകളെയും വിശുദ്ധന്മാരെയും നമുക്ക് കാണാം. പേരിന് അവർ വിശുദ്ധകളെന്നും വിശുദ്ധന്മാരും. നമ്മൾ അവരുടെ പുറകെ പോകുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ അവരുടെ തിന്മ നോക്കുന്നില്ല. നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നു. കണ്ണടച്ച് വിശ്വസിക്കുന്നത് നല്ലതാ. എന്തുവാ? ആരെ വിശ്വസിക്കുന്ന? ദൈവത്തെ. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചാൽ നമുക്ക് ഒരുത്തൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ഇന്നീ ലോകത്തിൽ പരിശുദ്ധന്മാരില്ല. നമ്മളെ മനുഷ്യരെ, അതായത് ദൈവങ്ങളായി മാറിയിരിക്കുകയാണ് ഇന്നെല്ലായിടത്തും. നമ്മൾ ഓരോരുത്തരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം അത്. ഇപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ സഹോദരങ്ങളെ. നമ്മൾ ലോകത്തിലൊരു ഗ്രന്ഥത്തിൽ പോലും ഇത്രയും വിശദമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ചരിത്രമില്ല. അതായത് ലോകാരംഭം മുതൽ അവസാനം വരെ എപ്പോൾ സംഭവിക്കുമെന്നുള്ളത് എഴുതിയിട്ടുള്ള വിശുദ്ധ ബൈബിളിൽ മാത്രമേ ഉള്ളൂ. ആ ബൈബിളിൽ നമ്മൾ വായിച്ചാൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ലോകാവസാനം ഈറ്റുനോവ്. ഇന്നെല്ലാവരും നന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്വന്തം പോക്കറ്റ് നിറയ്ക്കുകയാണ്. എവിടെ പോകുന്നു? ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ശബരിമലയിൽ ഓരോരുത്തരും ജയിൽ പോകുന്നത്. ശബരിമലയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുകയല്ല. കാലകാലങ്ങളിൽ ഓരോ അവതാരങ്ങളുണ്ടാകും എന്ന് വിശ്വസിക്കുക. അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ദൈവങ്ങളെ പോലും വിറ്റ് കാശാക്കുന്നു. അത് ക്രിസ്ത്യ സഭയിലാണെങ്കിലും അത് ആ കാശ് മേടിച്ച് ഭക്ഷിക്കുന്ന വിശ്വാസികളാണ് കൂടുതലും. അപ്പോൾ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ മക്കളെ. നിങ്ങൾ വിശുദ്ധ ബൈബിൾ വായിക്കുവാൻ ക്രിസ്തീയ സഭ, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് മാനിച്ച് വിശ്വാസികളെ നാശത്തിലേക്ക് നയിക്കുന്ന മനുഷ്യരാണിന്ന് കൂടുതലുള്ളതും. ഒരാവനും ബൈബിളിൻ്റെ ഒരു വാക്യമെടുത്ത് അതിനെ അതിനെ ഒന്ന് ശരിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയത്തില്ല. അവനെല്ലാം സ്വന്തം കീശ വീർപ്പിക്കാനായിട്ട്. ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല മക്കളെ. നിങ്ങൾ ബൈബിൾ വായിക്കുവാൻ അതിലെഴുതിയിരിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കുവാൻ.